മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ സ്ത്രീയെ കൊന്നുകുഴിച്ചിട്ടെന്ന് സംശയിക്കുന്ന സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഭർത്താവിന്റെ ബന്ധുക്കളടക്കമുള്ളവരാണ്. കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന കലയുടെ ഭർത്താവ് അനിലിന്റെ സഹോദരി ഭർത്താവടക്കം 5 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇവരിൽ ചിലരെ അനിലിന്റെ വീട്ടിലെത്തിച്ചാണ് കലയുടെ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധന നടക്കുന്നത്. കസ്റ്റഡിയിലുള്ള 4 പ്രതികളും കുറ്റം സമ്മതിച്ചിട്ടില്ല. 4 പേരും പരസ്പരം ബന്ധമില്ലാത്ത മൊഴികളാണ് നൽകുന്നത്. കലയെ കാണാതായപ്പോൾ മാതാപിതാക്കളും പരാതി നൽകിയിരുന്നില്ല. കല കൊച്ചിയിൽ ജോലിക്ക് പോയി എന്ന നിഗമനത്തിലായിരുന്നു കുടുംബം. വ്യക്തിവൈരാഗ്യമാകും കൊലയ്ക്ക് കാരണമെന്ന് കരുതുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. അതേസമയം സംഭവത്തിൽ ഭർത്താവിന്റെ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെങ്കിലും അവരെല്ലാം തങ്ങൾക്ക് ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. സുരേഷ്, ജിനു, പ്രമോദ്, സന്തോഷ് എന്നിവരാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെല്ലാം കലയുടെ ഭർത്താവായിരുന്ന അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. കല മറ്റൊരാൾക്കൊപ്പം പോയെന്നായിരുന്നു കാണാതായ ശേഷം അനിലും പറഞ്ഞത്. എന്നാൽ കൊലപാതകമാണെന്ന വെളിപ്പെടുത്തൽ വന്നതോടെയാണ് പോലീസ് ഇദ്ദേഹത്തെയും സംശയിക്കുന്നത്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അനിലിനോട് എത്രയും വേഗം നാട്ടിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനിലിന്റെ ആദ്യ ഭാര്യയായിരുന്നു കല. ഇരു ജാതിക്കാരായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു വിവാഹം. ഇതോടെ കലയുടെ ബന്ധുക്കൾ ഇവരുമായി ബന്ധം അറുത്തു. പിന്നീട് കലയെ കാണാതായപ്പോൾ അവർ മക്കളെയും തന്നെയും ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് ഭർത്താവ് അനിൽ പറഞ്ഞത്. നാട്ടുകാരോ ബന്ധുക്കളോ പോലീസോ പോലും കാര്യമായ അന്വേഷണം നടത്തിയില്ല. പിന്നീട് അനിലിന്റെ മാന്നാറിലെ വീട് പുതുക്കി പണിതു. പുനർവിവാഹിതനായ അനിൽ ഇസ്രായേലിൽ ജോലിക്ക് പോയി. മാസങ്ങൾക്ക് മുൻപാണ് സംഭവത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രമോദ് പിടിയിലായി. അന്വേഷണത്തിൽ കലയുടെ തിരോധാനത്തെക്കുറിച്ചും വിവരം ലഭിച്ചു. പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ ഊമക്കത്തായി ചില വിവരങ്ങൾ ലഭിച്ചു. ഇതോടെ പ്രമോദിനെയും സുഹൃത്തുക്കളെയും പോലീസ് തുടർച്ചയായി നിരീക്ഷിച്ചു. കൊലപാതകമെന്ന സംശയം ബലപ്പെട്ടപ്പോഴാണ് 4 പേരെയും കസ്റ്റഡിയിലെടുത്തത്. മാന്നാറിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് കലയെ കുഴിച്ചുമൂടിയത്. 15 വർഷം മുൻപ് കലയെ കാണാനില്ലെന്ന് ഭർത്താവ് അനിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ കേസിൽ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. ഇയാളിപ്പോൾ ഇസ്രായേലിലാണ്. അനിൽ പഴയ വീടിന്റെ സമീപത്ത് പുതിയ വീട് പണിതിട്ടും ശുചിമുറി പൊളിച്ചു മാറ്റിയിരുന്നില്ല. ഇക്കാര്യം നാട്ടുകാരിൽ പലരും ചോദിച്ചപ്പോൾ വാസ്തുപ്രശ്നം കാരണമാണെന്നാണ് വീട്ടുകാർ പറഞ്ഞിരുന്നത്. കലയ്ക്കും അനിലിനും ഒരു മകനാണുള്ളത്. എന്തായാലും ഇസ്രായേലിൽ നിന്ന് അനിൽ തിരികെ എത്തിയ ശേഷം കൂടുതൽ കാര്യത്തിൽ വ്യക്തത വരും എന്നാണ് പോലീസ്. അതേസമയം ഇപ്പോൾ അവശിഷ്ടങ്ങളെന്ന് കരുതുന്ന വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം വീട്ടിലെ മറ്റൊരു സെപ്റ്റിക് ടാങ്ക് കൂടി ഇപ്പോൾ പൊളിച്ച് പരിശോധന നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല.